നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. മറുനാടൻ്റെ കുത്തൊഴുക്ക്, നാടൻ ഏത്തക്കുലയ്ക്ക് വിലയില്ല. മറുനാടൻ വാഴക്കുലകൾ വിപണി കൈയടക്കിയതോടെ കർഷകർ ദുരിതത്തിൽ. നാടൻ വാഴക്കുലകൾക്ക് ന്യായവില ലഭിക്കാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ഏത്തക്കുലകൾക്ക് പുറമെ പൂവൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, പാളയം കോടൻ, ചെങ്കദളി തുടങ്ങിയവയ്ക്കും വിലയില്ല. കർണാടക, മേട്ടുപ്പാളയം, വയനാട് മേഖലകളിൽ നിന്നുള്ള ഏത്തവാഴക്കുലകൾ ധാരാളമായി എത്തിയതോടെയാണ് നാടൻ കുലകളുടെ വിപണി തകർന്നത്. ഇവ വാഹനങ്ങളിലും മറ്റുമായി റോഡരികിൽ നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. ഗ്രാമീണ മേഖലകളിലും വാഹനങ്ങളിൽ ഏത്തപ്പഴങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട്. മറുനാടൻ കുലകൾക്ക് കിലോഗ്രാമിന് 25 രൂപ മുതൽ 30 രൂപ നിരക്കിലാണ് വിൽപ്പന. എന്നാൽ നാടൻ ഏത്തക്കായ 50 രൂപയ്ക്ക് പോലും കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഇത് വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. ഏത്തക്കുല വെട്ടി വിപണിയിൽ കൊണ്ടുചെന്നാൽ ചെലവ് കാശ് പോലും കിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ഒരു വാഴയ്ക്ക് കുറഞ്ഞത് 300 രൂപയെങ്കിലും ഉൽപ്പാദന ചെലവ് വരുമ്പോൾ കുലയ്ക്ക് കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ വിലയാണ്. 4 കിലോ ഏത്തപ്പഴം 100 രൂപയെന്ന നിലയിൽ റോഡരികിൽ വിൽക്കുന്നുണ്ട്. റോഡിൽ പെട്ടി ഓട്ടോകളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് കർണാടക, തമിഴ്നാട് കുലകളാണ്. നമ്മുടെ നാട്ടിലെ കുലകളേക്കാൾ ഗുണനിലവാരം കുറഞ്ഞതാണെങ്കിലും ആളുകൾ വിലക്കുറവ് നോക്കി വാങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു. ഓണക്കാലത്ത് നാടൻ പഴം വിപണിയിൽ കിലോയ്ക്ക് 80 രൂപ മുതൽ 90 രൂപയ്ക്കാണ് വിറ്റത്. ഈ സീസണിൽ നല്ല വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ കൂടുതൽ കൃഷി ചെയ്തു. ഇതോടെ വിപണിയിൽ കുലകൾ ഏറെ എത്തി. ഇതിനൊപ്പം മറുനാടൻ കുലകളും യഥേഷ്ടം എത്തിയതോടെയാണ് വില കുത്തനെ ഇടിഞ്ഞത്. കർഷകർ മിക്കവരും ലോൺ എടുത്തും കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്തുമാണ് കൃഷി ചെയ്യുന്നത്. വേനൽ കടുത്തതോടെ വാഴക്കുലകൾ വെയിൽ താങ്ങാനാകാതെ ഒടിഞ്ഞു വീഴുന്നുമുണ്ട്. നാടൻ കുലകൾ വാങ്ങാനും ആളില്ലാത്ത സ്ഥിതിയാണ്. നാടൻ കുലകൾ കടകളിൽ വേണ്ടെന്നായി. മറുനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് വ്യാപാരികളും കടകളിലേക്ക് വാങ്ങുന്നത്. പഴം വിപണിയിൽ പൂവൻ പഴത്തിന് 60 രൂപയും ഞാലിപ്പൂവിന് 50 രൂപയുമാണ് വില. അപ്പോൾ റബ്ബർ വിലയിടിവിനോടൊപ്പം തന്നെ വാഴക്കൃഷി ചെയ്ത വാഴ കർഷകർക്കും വാഴക്കുലകൾക്ക് വില ഇടിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടും കർഷകർ ദുരിതത്തിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.